സഹനം എന്ന കഥയുടെ തുടർഭാഗം. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോന് ഒരു പെണ്ണ് കാണാൻ അപ്പച്ചൻ്റെ കൂടെ പോകണം. പെട്ടെന്ന് എൻ്റെ മുഖം പാടി. അത് അപ്പച്ചൻ ശ്രദ്ധിച്ചു. എന്താ മോനെ, അപ്പച്ചനോട് പറ. മോൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ തലയാട്ടി. ആരാ, എവിടെയുള്ളതാ? എൻ്റെ മോൻ ഇഷ്ടമല്ലാത്ത ഒന്നും അപ്പച്ചൻ ചെയ്യുകയില്ല. ഞാൻ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയലിലെ കുട്ടിയാ. ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നതാ. പേര് സോഫിയ. പക്ഷേ എന്താ മോനെ? നമ്മുടെ അത്രയും സാമ്പത്തികമൊന്നും ഇല്ലെന്നല്ല, കാര്യമായിട്ടൊന്നും തന്നെയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടെന്തെങ്കിലും കൊടുക്കേണ്ടി വരും. കുറച്ചു നേരം അപ്പച്ചൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, അപ്പച്ചൻ നടത്തിത്തരാം. എന്തിനാ മോനെ സ്വത്ത്? എല്ലാം നിനക്കുള്ളതല്ലേ. പിന്നെ ഒരു കാര്യം, അപ്പച്ചന് വയ്യാണ്ടായാൽ എൻ്റെ കുഞ്ഞ് എല്ലാം നോക്കി നടത്തിക്കൊള്ളണം. ഒന്നും അന്യാധീനപ്പെടുത്തരുത്. ചേച്ചിമാരെ ഇന്നത്തെ പോലെ തന്നെ കാണണം എന്നും. അതെന്നോട് പ്രത്യേകിച്ച് എടുത്തു പറയണോ അപ്പച്ച? അധികം വൈകാതെ തന്നെ സോഫിയുടെ വീട്ടിൽ അറിയിച്ചു. ഞങ്ങളുടെ പള്ളിയിലെ സെമിത്തേരിയിൽ കുഴിവെട്ടുന്ന സണ്ണിയുടെ മകളാണ് സോഫി. അടുത്ത ഭാഗവുമായി നാളെ.